നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ടേബിളിൽ ഇങ്ങനെ ചൂടില്ല കടലയും കപ്പിയെല്ലാം കിട്ടിയാലോ അതിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ നല്ല ഉരുളിയപ്പം ആക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നളപാചകമാണ്, വിനുവേട്ടൻ്റെയാണ്. ഉരുളിയപ്പം എങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് നോക്കാം. തേങ്ങ വില കൂടിയ സമയത്ത് തേങ്ങയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരു 2.5 ഗ്ലാസ് അരി പുതിർത്തുക, പച്ചരി പുതിർത്തുക. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അതിലേക്ക് ഒരു ഉള്ളിയും കുറച്ച് ചോറും ഇട്ടിട്ട് അരച്ചോളുക. ഒരു ചെറിയ സ്പൂൺ കൊണ്ട് ഒരു വെളിച്ചെണ്ണ, ഒരു കുഴിയുള്ള ഏതെങ്കിലും ഈ വെള്ളയപ്പലം ചുടുന്ന ചട്ടിയിൽ ഒഴിച്ചിട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ. എന്താ അപ്പോൾ ഇതെങ്ങനെ വിനോട്ടനാക്കിയെന്ന് പറഞ്ഞുതരാം. കടല തലേനെ വെള്ളത്തിൽ കുതിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ വേവില്ലാത്ത കപ്പയാണെങ്കിൽ പിന്നിട്ടാലും മതി. കടല 2 വിസിലടിച്ചതിന് ശേഷം പിന്നീട് കപ്പിയിട്ടാൽ മതി. അല്ലെങ്കിൽ കപ്പേൻ്റെ ഒരുമിച്ച് തന്നെ ഇടാം. കടലയും കപ്പിയും ഒരുമിച്ച് തന്നെ ഇടാം. കടലയും കപ്പിയും പച്ചമുളകും പിന്നെ അതേപോലെ തന്നെ ഉപ്പും ഇട്ടിട്ട് വേവിക്കുക. കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ചിട്ട് ജീരകം ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ കൂട്ടുക. അതിൻ്റെ വെളുത്തുള്ളിയും ഉണക്കമുളകും കടുക് പൊട്ടിച്ചിട്ടിയാണ് ഇത്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അതിനെ അരക്കുമ്പോൾ മഞ്ഞളും തേങ്ങയും കുറച്ച് മുളക് പൊടി ഇട്ടാൽ ഒരു തുള്ളി മുളക് പൊടിയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിന്. അപ്പം നമ്മളെല്ലാം എപ്പോഴെങ്കിലും ആഗ്രഹിക്കൂലല്ലേ രാവിലെ നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ നമുക്ക് ആരെങ്കിലും വെച്ച് ഉണ്ടാക്കി തരാൻ. ഇപ്പോൾ അമ്മമാരുടെ അടുത്തല്ലാന്നെങ്കിൽ അമ്മമാർ വെച്ച് തരുമായിരുന്നു. പിന്നെ അവിടെ നിന്നെല്ലാം മാറി താമസിക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും ആഗ്രഹിക്കും നമുക്കൊന്ന് രാവിലെ ഉറങ്ങി എഴുന്ന് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് പണിയൊന്നും ഇല്ലാണ്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിലെന്നും. ഇത് നോക്ക്, ഇത് നമുക്ക് രണ്ടാക്കം വേറെ പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് വിനോട്ടൻ രാവിലെ എഴുന്നേറ്റാക്കി വേറെ അടിപൊളി ബിരിയാണി ആക്കിയിട്ടുണ്ട്.